വെൽക്കം ടു പ്ലാൻസാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQ ഉണ്ട്, അതുപോലെ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിൽ ഫോട്ടോസിന്തസിസ്, ഫോട്ടോ റെസ്പിറേഷൻ ആ ഒരു പ്രോസസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഓപ്ഷൻ ബേസ് നോക്കാം. ഇവിടെ അസേർഷൻ എന്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോട്ടോ റെസ്പിറേഷൻ റെഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ C3 പ്ലാന്റ്സ് അല്ലെ. അപ്പം റീസൺ കൊടുത്തിട്ടുണ്ട്, റുബിസ്കോ ആക്ട് ആസ് ആൻ ഓക്സിജനേസ് അറ്റ് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്താണെന്ന് അറിയണം, C3 സൈക്കിൾ എന്താണെന്ന് അറിയും, അതിലുള്ള ആക്ടിവിറ്റി അല്ലെ. C3 സൈക്കിൾ എന്ന് പറയുമ്പോൾ റുബിസ്കോയുടെ ആക്ടിവിറ്റി ആണ്, ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന്റെ, കാർബൺ ഫിക്സേഷന്റെ റുബിസ്കോ എന്ന് പറയുന്ന ആ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി ആണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് A and R are true. R explains A. B, both true but R not explanation. R is not the explanation of A. A true, R false ആണ്. A false ആണ്, R true ആണ്. അപ്പൊ ഇതില് ഏതാണ് ആൻസർ വരിക? ഇവിടെ പറയുന്നുണ്ട് റുബിസ്കോ എന്ന് പറയുന്നത് ഓക്സിജനേസ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യും ഹൈ കോൺസെൻട്രേഷനിൽ. അതുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ത് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് C3 പ്ലാന്റ്സിൽ റെഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന് നമ്മൾ രണ്ട് രീതിയിൽ പറയല. ആ ഒരു എൻസൈമിന്റെ എക്സ്പാൻഷൻ എന്താ? റുബിസ്കോ എന്ന് പറയുന്നത് RUBP, കാർബോക്സിലേസ് ഓക്സിജനേസ്, ആ ഒരു പ്രസൻസ് ആണ് അല്ലെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും ഓക്സിജൻ ആണ് കൂടുതലെങ്കിൽ റുബിസ്കോയുടെ അഫിനിറ്റി ആരോടായിരിക്കും? ഓക്സിജനോടായിരിക്കും. അപ്പോൾ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആ ഒരു കൂടുന്ന കേസിൽ റുബിസ്കോ ഓക്സിജനോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റുബിസ്കോ ഓക്സിജനേസ് എൻസൈം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അവിടെ കാർബൺ ഫിക്സേഷൻ റെഡ്യൂസ് ചെയ്യുകയാണ്, അതായത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് C3 പ്ലാന്റ്സിൽ റെഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആ ഒരു ഫോട്ടോ റെസ്പിറേഷൻ ഒരു വേസ്റ്റേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അല്ലെ. ആ ഒരു ഫോട്ടോ റെസ്പിറേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള C4 പ്ലാന്റ്സ് ഒക്കെ ആണ് എന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് C4 ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ C4 സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിനു മുന്നേ ഈ ഒരു C3 സൈക്കിള്, C4 സൈക്കിള്, ഫോട്ടോ റെസ്പിറേഷൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അല്ല ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും ആ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറെ മുന്നേ എടുത്ത ക്ലാസ് ആണ്. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ക്ലാസ് തീർച്ചയായിട്ടും കാണുക. അതിൽ കട്ട് ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രെബ് സൈക്കിളിന്റെ ഒക്കെ ആ ഒരു കട്ട് ഷോർട്ട് ആയിട്ട് എങ്ങനെ റിമെമ്പർ ചെയ്ത് അതിന്റെ ന്യൂമോണിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിഗാർഡിംഗ് C4 ഫോട്ടോസിന്തസിസ് വിച്ച് ആർ കറക്റ്റ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം അറിയണമെങ്കിൽ എന്താണ് C4 ഫോട്ടോസിന്തസിസ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഒക്കേഴ്സ് ഇൻ മീസോഫിൽ സെൽസ്. നമുക്കറിയാമല്ലേ C3 സൈക്കിളിലുള്ള ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലാതാക്കാൻ, അതിന്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് C4 ഫോട്ടോസിന്തസിസ് ഈ ഒരു സണ്ണി അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്രാൻസ് അനാട്ടമി എന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ക്രാൻസ് അനാട്ടമി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സെൽസിലായിട്ടാണ് അല്ലെ, ഡൈമോർഫിക് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ ക്രാൻസ് അനാട്ടമിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം മീസോഫിൽ സെൽസിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്സാലോ അസറ്റേറ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. PEP കാർബോക്സിലേസിന്റെ പ്രസൻസിലാണ് ഈ ഒരു ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റുന്നത് എന്നൊക്കെ ആ ഒരു സൈക്കിളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഒക്കേഴ്സ് ഇൻ മീസോഫിൽ സെൽസ്. അപ്പൊ ശരിയല്ലേ, ഞാനിപ്പോ പറഞ്ഞു ആദ്യം നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്, അവിടെ നിന്നാണ് ബണ്ടിൽ ഷീത്തിലോട്ട് പോകുന്നത്. ക്രാൻസ് അനാട്ടമി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബണ്ടിൽ ഷീത്ത് സെൽസ് കണ്ടെയ്ൻ റുബിസ്കോ. അപ്പൊ ആദ്യം മീസോഫിൽ സെൽസിൽ വെച്ച് ഫിക്സേഷൻ നടന്നിട്ട് പിന്നീട് ഇതിനെ രണ്ടാമത് C3 സൈക്കിൾ നടക്കുന്നുണ്ട്.
C3 സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീത്തിൽ വെച്ചിട്ട് റുബിസ്കോയുടെ പ്രസൻസിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു C3 ഫോട്ടോ റെസ്പിറേഷൻ പ്രസന്റ് ആണ്, C4 ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണ്? ഓക്സാലോ അസറ്റേറ്റ് ആണ്. ഏതിന്റെ പ്രസൻസിൽ? PEP കാർബോക്സിലേസിന്റെ പ്രസൻസിൽ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. 4 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓക്കെ, so next question നോക്കാം. A leaf is placed in a chamber where carbon dioxide concentration is reduced while light intensity remain constant. The first parameter that will decline is, അതായത് ഒരു ചേമ്പറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ പക്ഷെ ലൈറ്റ് ഇന്റൻസിറ്റി റിമെയിൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചേമ്പറിൽ ഒരു ലീഫ് പ്ലേസ് ചെയ്താൽ അവിടെ കുറയുന്ന ഡിക്ലൈൻ ചെയ്യുന്ന ഫസ്റ്റ് പാരാമീറ്റർ, ദ ഫസ്റ്റ്, ആ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പാരാമീറ്റർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, ഓരോ ഓപ്ഷൻസ് ബേസ് ആയിട്ട് പറയാം. ഒന്നാമത്തത് ഏതാണ്? ട്രാൻസ്പിറേഷൻ. അപ്പൊ എന്താണ് ട്രാൻസ്പിറേഷൻ? അതായത് ലീഫിലൂടെയുള്ള വാട്ടറിന്റെ ലോസ്, വാട്ടർ വേപ്പറൈസ് ചെയ്ത പ്രോസസ് ആണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അല്ല. സ്ട്രോമാറ്റോ ക്ലോസറും അവിടെയുള്ള ഹ്യൂമിഡിറ്റി ആണ് ട്രാൻസ്പിറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ട്രാൻസ്പിറേഷൻ അല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ നോക്കിയേ, ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താ? റുബിസ്കോയ്ക്ക് ഓക്സിജനോടാണ് അഫിനിറ്റി കൂടുതൽ. ഓക്കെ, ഓക്സിജനോടാണ് അഫിനിറ്റി കൂടുതൽ. അവിടെ ഓക്സിജൻ കൂടണം. ഓക്സിജൻ കൂടുന്ന കേസ് ഇവിടെ പറഞ്ഞിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഒന്നുകിൽ പറയാം അല്ലെ, ആ ഒരു ഓപ്ഷൻ അവിടെ എടുത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, നെറ്റ് ഫോട്ടോസിന്തറ്റിക് റേറ്റ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഫോട്ടോസിന്തസിസുമായിട്ട് കണക്റ്റഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസുമായിട്ട് കണക്റ്റഡ് അല്ലേ? അവിടെ ലൈറ്റ് ഇന്റൻസിറ്റി റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അവിടെ കുറവാണ് എന്ന് പറയുമ്പോൾ അത് ഫോട്ടോസിന്തസിസിനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ബേസ് ചെയ്തിട്ടല്ല അല്ലേ പറയാ. റെസ്പിറേഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഡി ഓപ്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി കളയാം, എയും കളയാം. ഇനി ഫോട്ടോ റെസ്പിറേഷനും സിയുമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഓക്സിജൻ കൂടുതലാകുന്ന കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതായിട്ടേ വരുള്ളൂ? ഓപ്ഷൻ നെറ്റ് ഫോട്ടോസിന്തറ്റിക് റേറ്റ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റിലായിട്ടോ കൊടുത്തേക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ ഹോർമോൺസിന്റെയും അവയുടെ ഫംഗ്ഷൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളതാണ്, പക്ഷെ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. ഒന്നാമത്തത് ഏതാണ്? അബ്സിസിക് ആസിഡ്. നമ്മൾ ഇത് കൂടാതെ എത്തിലീൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ഏതൊക്കെയാണ്? അബ്സിസിക് ആസിഡും എത്തിലീനും ആണ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? അബ്സിസിക് ആസിഡ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ഏതായിരിക്കും വരിക? സ്ട്രെസ് ഹോർമോൺ ആണ് വരിക അല്ലെ. ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം തന്നെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ് ആൻസർ എന്ന് പറയാൻ പറ്റും അല്ലെ. കാരണം എന്താ? ഇവിടെ ബാക്കി ഒന്നിലും A1 ആണ് എന്ന് പറയുന്നില്ല. അബ്സിസിക് ആസിഡ് സ്ട്രെസ് ഹോർമോൺ ആണ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് A ആണ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അപ്പൊ ബാക്കിയുള്ളതിന്റെ സവിശേഷതകൾ നോക്കാലോ. സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ അത് സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം കൂടാതെ ഒരു സെൽ ഡിവിഷൻ കൂടാതെ മെയിൻ ആയിട്ട് അവ ഹെൽപ്പ് ചെയ്യുന്നത് സെനസെൻസ് ഡിലേ ചെയ്യിക്കാണ്. ഓക്കെ, ഏജിങ് സെനസെൻസ് ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ ഒന്ന് സെൽ ഡിവിഷനെ സഹായിക്കുന്നുണ്ട്, രണ്ടാമത്തത് സെനസെൻസ് ഡിലേ ചെയ്യിക്കും, ഏജിങ് ഡിലേ ചെയ്യിക്കും. അതായത് ആ ഒരു ലീഫിനൊക്കെ കുറെ നാൾ ആ ഒരു ക്ലോറോഫിൽ കണ്ടന്റും പ്രോട്ടീൻസും ഒക്കെ അതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താ സൈറ്റോകൈനിൻ സ്പ്രേ ഒക്കെ ചെയ്താൽ കട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തത് ഓക്സിൻ ആണ്. അപ്പൊ ഓക്സിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഓക്സിൻ എപ്പിക്കൽ ഡോമിനൻസ് ആണ്
നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ഒരു മെരിസ്റ്റമാറ്റിക് റീജിയൻസിൽ ഓക്സിന്റെ അളവ് കൂടുതലാണ്, അവിടെ എപ്പിക്കൽ ഡോമിനൻസ്, ഫോട്ടോട്രോപ്പിസം ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു തരത്തില് സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്നുണ്ട് അല്ലേ? അവിടെ എപ്പിക്കൽ ഡോമിനൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്നത്. പക്ഷെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റെം ഇലോങ്ങേഷനിൽ ഓക്സിനും ജിബ്ബർലിനും വന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏതാണ്? ജിബ്ബർലിനാണ്. ജിബ്ബർലിനാണ് സ്റ്റെം ഇലോങ്ങേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ നല്ല രീതിയിൽ കാണുക കേട്ടോ. ആ ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ വീഡിയോ നല്ല രീതിയിൽ പക്കയാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാം പാത്വേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക, C3 സൈക്കിൾ, C4 സൈക്കിൾ, ഫോട്ടോ റെസ്പിറേഷൻ, ക്യാം സൈക്കിൾ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫീച്ചർ ആണ് ക്യാം പ്ലാന്റ്സുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ക്യാം പ്ലാന്റുമായിട്ടുള്ള യുണീക്ക് ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, ബണ്ടിൽ ഷീത്ത് സെൽസ്, ക്രാൻസ് അനാട്ടമി, ഡേ ടൈം കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. നമ്മൾ മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻസിൽ ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്ന ഒരു ടേം കൊടുത്തിട്ടുണ്ട്. ക്രാൻസ് അനാട്ടമി ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഹാറ്റ് ചെയിൻ സ്ലാക്ക് പാത്വേ അല്ലെങ്കിൽ C4 സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ അങ്ങോട്ട് ഒഴിവാക്കാം. ബണ്ടിൽ ഷീത്ത് സെല്ല്, അടുത്ത ക്വസ്റ്റ്യൻ, ബണ്ടിൽ ഷീത്ത് സെല്ലാണോ? ബണ്ടിൽ ഷീത്ത് സെല്ലാണോ നമ്മൾ ഈ ഒരു CAM പാത്വേ പറയുമ്പോൾ അല്ലെങ്കിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം പാത്വേ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവ സെക്യുലന്റ് ആയിട്ടുള്ള പ്ലാന്റിലാണ് അല്ലെ? സെക്യുലന്റ് ആയിട്ടുള്ള പ്ലാന്റിൽ വാട്ടർ സേവിങ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ക്യാം പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്യാം പാത്വേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ടൈം ബേസ് ചെയ്തിട്ടാണ്, ടൈം സെപ്പറേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലെ? ടൈം സെപ്പറേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ ടൈം, ആ ഒരു ടൈം ബേസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡേ ടൈമും ഉണ്ട്, നൈറ്റ് ടൈമും ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് ഡേ ടൈം നൈറ്റ് ടൈം ബേസ് ചെയ്തിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നൈറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, രണ്ടാമത്തത് ഡേ ടൈമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. അതിൽ എങ്ങനെയാണ് ക്യാം പ്ലാന്റ്സിൽ ഉള്ളത്? അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസ് നമ്മൾ ബണ്ടിൽ ഷീത്ത് സെൽ ഇതിന്റെ യുണീക് ഫീച്ചർ ആണോ? അല്ല, അത് നമ്മൾ C4 പ്ലാന്റിലും പഠിക്കുന്നുണ്ട് ബണ്ടിൽ ഷീത്ത് സെൽ അല്ലെ? അപ്പൊ ഈ ഒരു ക്യാം പ്ലാന്റ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ എപ്പോഴാണ് നടക്കുന്നത്? നമുക്കറിയാം നൈറ്റിലാണ്. അപ്പൊ ആൻസർ വരിക നൈറ്റിലാണ്. എങ്ങനെയാണ്? നൈറ്റില് ക്യാം പ്ലാന്റ്സിൽ എന്തായിരിക്കും? സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഫിക്സ് ചെയ്ത് മാലിക് ആസിഡ് ആക്കി മാറ്റുന്നു, വാക്യൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഡേ ടൈം ആവുമ്പോഴോ സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും. സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും, വാട്ടർ സേവ് ചെയ്യുന്നു, മാലിക് ആസിഡ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു, എന്നിട്ട് നോർമൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നു. അങ്ങനെയാണ് ക്യാം പ്ലാന്റ്സിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്യാം പ്ലാന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കെമിക്കൽ ഇൻഹിബിറ്റ് സൈറ്റോക്രോം ഓക്സിഡേസ് ഇൻ റെസ്പിറേഷൻ. നമ്മൾ റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ട്. ആ റെസ്പിറേഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സൈറ്റോക്രോം ഓക്സിഡേസ് പഠിച്ചിട്ടുണ്ടല്ലേ? 4-5 കോംപ്ലക്സ് ATP സിന്തേസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സയനൈഡ്, എത്തിലീൻ, മെത്തനോൾ, ATP. നമുക്കറിയാം റെസ്പിറേഷൻ അല്ലെങ്കിൽ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്തിലീൻ ഒന്നും അതിൽ പറയുന്നില്ല, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. മെത്തനോൾ പറയുന്നില്ല. ATP ഒന്നും ഒരു ഇൻഹിബിറ്റർ അല്ല. അപ്പോൾ ആൻസർ ഏത് മാത്രമേ വരുള്ളൂ? സയനൈഡ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പം സൈറ്റോക്രോം ഓക്സിഡേസിന്റെ കെമിക്കൽ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ആരാണ്? സയനൈഡ് ആണ്. ഓക്കെ, സയനൈഡ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെസ്പിറേഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ നടക്കുന്ന, ഈ ഒരു മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 to 4 സീരീസ് ഓഫ് പ്രോട്ടീൻ കോംപ്ലക്സും ഉണ്ട്. ലാസ്റ്റ് അഞ്ചാമത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ATP സിന്തേസും ഉണ്ട് അല്ലെ? ആ ഒരു 4 കോംപ്ലക്സും അവയുടെ മാച്ച് ദ ഫോളോയിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ ഈ ഒരു കോംപ്ലക്സും നല്ല രീതിയിൽ വേഗം തന്നെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? A2, കോംപ്ലക്സ് 1, 2 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കോംപ്ലക്സ് 1 നമുക്ക് 1ൽ നിന്ന് 5ലോട്ട് പോകാം അല്ലെ? അപ്പൊ ആദ്യം കോംപ്ലക്സ് 1 ആണ്. കോംപ്ലക്സ് 1 ഏതാണ്?
കോംപ്ലക്സ് 1 ഏതാണ്? NADH ഡീഹൈഡ്രോജനേസ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? NADH ഓക്സിഡൈസ് ചെയ്ത് NAD+ ആകുന്നു. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ ആ ഒരു ചെയിനിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ NADH ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അവിടെ A എന്ന് പറയുന്ന 2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് ഏതാണ്? FADH ഡീഹൈഡ്രോജനേസ്. FADH2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. FADH2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് പറയുന്ന പേര് FADH2 ഡീഹൈഡ്രോജനേസ് എന്നല്ല, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പോ B എന്ന് പറയുന്നത് 3 ആണ്. B എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി B എന്ന് പറയുന്നത് 3 വരുന്ന ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. A2 ഉം B3 ഉം വരുന്ന ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഓൾറെഡി കിട്ടി. അപ്പൊ ബാക്കി നോക്കാം. കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് ഏതാണ്? ബാക്കിയുള്ളത് ഏതാണ്? സൈറ്റോക്രോം C ഓക്സിഡേസും ഉണ്ട്, സൈറ്റോക്രോം BC1 കോംപ്ലക്സും ഉണ്ട്. അപ്പൊ ഏതാണ് കോംപ്ലക്സ് 3 എന്ന് പറയുന്നതിൽ ഏതാണ്? കൺഫ്യൂഷൻ വരരുത്, മാറിപ്പോകരുത്. സൈറ്റോക്രോം BC1 ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ഈ ഒരു എന്താ NADH ൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു, സക്സിനേറ്റിൽ നിന്നും FADH2 ൽ നിന്നും 2 ഇലക്ട്രോൺ പോകുന്നുണ്ട്. അപ്പം അത് എങ്ങോട്ടേക്കാണ്? കോഎൻസൈം Q വഴിയാണ്. കോഎൻസൈം Q വഴിയാണ് സൈറ്റോക്രോമിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആ ഒരു സൈറ്റോക്രോം സൈറ്റോക്രോം BC1 ആണ് എടുക്കുന്നത്. BC1 കോംപ്ലക്സ് ആണ് ആ ഒരു കോഎൻസൈം Q ൽ നിന്ന് പാസ് ചെയ്ത് ഇലക്ട്രോണിനെ എടുക്കുന്നത്. ഓക്കെ, കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് സൈറ്റോക്രോം BC1 ആണ്. ലാസ്റ്റ് കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡേസ് ആണ്. സൈറ്റോക്രോം C ഓക്സിഡേസ് ആണ്. അതായത് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന ഫൈനൽ കോംപ്ലക്സ് ആണ്. എന്നിട്ട് ഇവിടെ ടെർമിനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള ടെർമിനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാണ്? ഓക്സിജൻ മോളിക്യൂൾ ആണ് എന്നും പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ പ്രോട്ടീൻ പമ്പും നടക്കുന്നുണ്ടല്ലേ, ഇന്റർ മെംബ്രെയിൻ വഴി ഒരു പ്രോട്ടീൻ പമ്പ് നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രോട്ടീൻ പമ്പ് ഈ ഒരു 4 കോംപ്ലക്സിലും നടക്കുന്നില്ല. ഏതോ ഒരു കോംപ്ലക്സിൽ പ്രോട്ടീൻ പമ്പിങ് നടക്കുന്നില്ല. അത് ഏതാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോംപ്ലക്സ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഫങ്ഷൻസ് ആസ് പ്രോട്ടോൺ പമ്പ്? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു കോംപ്ലക്സിൽ പ്രോട്ടോൺ പമ്പിങ് നടക്കുന്നില്ല. അത് ഏത് കോംപ്ലക്സ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലും ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോൺ പമ്പ് നടക്കുന്ന കോംപ്ലക്സ് ഏതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 1 3 4 2 3 4 1 2 4. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ഒരു കോംപ്ലക്സ് നടക്കാത്തത്? ഓപ്ഷൻ ഏതാണ്? പഠിച്ചു വെച്ചേക്കുക. ഓപ്ഷൻ 2 ഓപ്ഷൻ 2 പ്രോട്ടോൺ പമ്പ് നടക്കാത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ കോംപ്ലക്സിലും എനർജി, അതായത് പ്രോട്ടോണിനെ പമ്പ് ചെയ്യാനുള്ള എനർജി ഹൈ ആണ്. പക്ഷേങ്കിൽ കോംപ്ലക്സ് 2 FADH2 ആണല്ലേ അവിടെ ഓക്സിഡൈസ് ആവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പ്രോട്ടോൺ പമ്പ് ചെയ്യാനുള്ള ആ ഒരു എനർജി അവിടെ FADH2 ആയതുകൊണ്ട് തന്നെ കോംപ്ലക്സ് 2 കുറവാണ്. അതുകൊണ്ട് അവിടെ പ്രോട്ടോൺ പമ്പിങ് നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിന്റെ ഇനി അടുത്ത വേർഷൻ വേണമെങ്കിൽ ഞാൻ ഇനിയും പാർട്ടായിട്ട് എക്സാം കഴിയുന്നത് വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, സീരിയസ് ആയിട്ട്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്രോക്സിമേറ്റ് ATP yield ഫ്രം ഓക്സിഡേഷൻ ഓഫ് 1 NADH മോളിക്യൂൾ ഇൻ മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഏത് പ്രോസസ് ആയിക്കോട്ടെ, മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഏത് പ്രോസസ് ആയിക്കോട്ടെ, നമ്മൾ NADH എന്ന് പറയുമ്പോൾ അത് എത്ര ATPക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ അപ്രോക്സിമേറ്റ് ആയിട്ട് NADH 3 ATP, FADH2 എന്ന് പറയുന്നത് 2 ATP എന്നാണ് പറയുക അല്ലേ. പക്ഷെ ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ, 1 ATP ഉണ്ട്, 2.5 ATP ഉണ്ട്, 3.5 ATP ഉണ്ട്, 4 ATP ഉണ്ട്. നമ്മൾ മോഡേൺ ബയോ കെമിസ്ട്രിയിൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇപ്പോഴും നമ്മൾ കൊടുക്കാറ്. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഒരു മോളിക്യൂൾ ഓഫ് NADH എത്ര ATP ഈൽഡിന് സഹായിക്കുന്നു എന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് പറയാം. നമുക്ക് പ്രോട്ടോണും കൂടി പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആണ് NADH ഡീഹൈഡ്രോജനേസ് ആണ് കോംപ്ലക്സ് 1 എന്ന് പറഞ്ഞു. അപ്പൊ ഒരു NADH എന്ന് പറയുമ്പോൾ ആ ഒരു NADH ഏകദേശം 10 പ്രോട്ടോൺ പമ്പിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു NADHന്റെ ആ ഒരു ഓക്സിഡേഷൻ നടക്കുമ്പോൾ അവിടെ 10 H+ പമ്പ് ചെയ്യുന്നുണ്ട്, 10 പ്രോട്ടോൺസ് പമ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ 10 പ്രോട്ടോൺസ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 10 പ്രോട്ടോൺസിൽ ഒരു ATP ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടോൺ എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. ഒരു ATP ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടോൺ എന്ന് പറയുന്നത് 4 ആണ്. ഒരു ATP
ഓക്കെ. അപ്പൊ ആകെ ഈ ഒരു സ്റ്റേജിൽ 10 പ്രോട്ടോൺ ഉണ്ടല്ലോ. അപ്പൊ ഏകദേശം 8 ATP യൂസ് ചെയ്താൽ 8 ATP ആണ് 8 H+ ആകുമ്പോൾ അവിടെ എത്രയായി? 2 ATP ആയി അല്ലേ? 2 ATP ആയി. 8 H+ ആകുമ്പോൾ 2 ATP ആയി. അപ്പൊ അവിടെ ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ? 10 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്? 10 ഡിവൈഡഡ് ബൈ 4 10 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുക? ഉത്തരം എത്രയാണ് കിട്ടുക? B ആണ് കിട്ടുക. ഓക്കെ, 2.5 ആണ് ആൻസർ വരിക. 2.5 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. ഒരു 3 ആണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ കൂടാമെന്ന് വിചാരിച്ചിട്ട് 3.5 എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം ഇൻ കേസ് നമ്മൾ നേരെ തിരിച്ച് FADH2 ആണ് ചോദിച്ചതെങ്കിൽ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1.5 ആണ് കേട്ടോ വരിക. അപ്പോൾ ഓപ്ഷനിൽ 1.5 ഉണ്ട് 2 ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 1.5 ആണ്. മോഡേൺ അക്സെപ്റ്റഡ് വാല്യൂ FADH2 ൻ്റെത് 1.5 ആണ്. ഓക്കെ, 1.5 ആണ്. ഓക്കെ, NADH ആണെങ്കിൽ 2.5 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള വാല്യൂ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു PYQ അല്ലെങ്കിൽ PYQ മാത്രമല്ല മോഡേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അടുത്ത പാർട്ട് വേണമെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.